നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ കൃഷിയിടത്തിലെ നീർച്ചാൽ സമീപ വസ്തുവിലെ ഉടമസ്ഥൻ കെട്ടിയടച്ചതിനാൽ ഒരേക്കർ വസ്തുവിലെ കൃഷി നശിച്ചതായി തനിക്കെതിരെ വ്യാജ പരാതിയാണ് നൽകിയതെന്ന് വസ്തുവിന്റെ ഉടമ ശ്രീജൻ പറഞ്ഞു. മാങ്കോട് സ്വദേശി ജവഹറാണ് തനിക്കെതിരെ പരാതിയുമായി വന്നതെന്നാണ് വസ്തു ഉടമ പറയുന്നത്. ഇവിടെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നികസ്ഥിതി മനസ്സിലാക്കാനാണ് നിങ്ങളെ ഇന്ന് വിളിച്ചത്. 2023 200-300 ലോഡ് മണ്ണോളം ഈ എതിർകക്ഷി ഇവിടെ അടിച്ചിട്ട് നികത്തി വാഴ ഉണ്ടായി. തുടർന്ന് ഈ വസ്തുവിൽ റബ്ബറായിരുന്നു. ഈ റബ്ബർ നശിച്ചു പോവുകയും ഞാൻ നിയമപരമായിട്ട് പോയി തരംതിരിച്ച് ഈ വസ്തു മണ്ണിട്ട് നികത്തി വാഴ കൃഷി ചെയ്യാൻ വേണ്ടി നികത്തി. ഈ സൈഡിൽ കൂടെ നിയമപരമായിട്ട് തോട് ഉണ്ട്. ആ തോട് ഇതിലെ ഒരു തോട് നിലവിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അതുപോലെ ഈ വസ്തു ഇവർ നിരന്തരം ഈ വസ്തു വിലയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിട്ട സമയത്തൊന്നും അവരൊക്കെ വിഷയമില്ല. വസ്തു ഇപ്പോഴീ മണ്ണൊക്കെ ഇട്ട് തീർന്ന് ഈ വസ്തു വില സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് ഈ വസ്തു ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞതിൻ്റെ പിറ്റെന്ന് തൊട്ടാണ് ഈ പരാതികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഇറങ്ങണം. 20 ദിവസം ആയതേ ഉള്ളൂ. ഈ മണ്ണിട്ട് തീർന്നിട്ട് ഇപ്പോൾ 5 മാസത്തിൽ കൂടുതലായി. ഈ വസ്തു കൊടുക്കൂലെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ ആവശ്യമില്ലാത്ത പരാതികൾ കൊടുത്ത് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു. സ്റ്റേഷനിൽ വിളിച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥ സത്യം. ഞാൻ രേഖാമൂലം ഇത് സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യം വില്ലേജ് ഓഫീസിൽ ഒരു പരാതി കൊടുക്കുകയും വില്ലേജ് ഓഫീസ് ഈ കടയ്ക്കൽ പത്രപ്രവർത്തകനായ ഗോവനെ അറിയിക്കുകയും ഇത് കരഭൂമിയാണെന്ന് പറഞ്ഞിട്ടും ചുമ്മാ പൈസയും മേടിച്ചുകൊണ്ട് കള്ളവാർത്ത പത്രത്തിൽ ഇട്ടായിരുന്നു. വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ട് പോലും. എന്നിട്ട് വില്ലേജ് ഓഫീസർ വന്ന് ഈ സ്ഥലം നോക്കുകയും വെള്ളം ഒഴുകിപ്പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഓഫീസറെ നിരന്തരം ഇങ്ങനെ പല ആൾക്കാരും വിളിച്ച് ബുദ്ധിമുട്ടിച്ച കാരണം വില്ലേജ് ഓഫീസർ തഹസീൽദാരൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. യഥാർത്ഥ കാര്യങ്ങൾ ഇതൊക്കെയാണ്. തന്റെ വസ്തു നിയമപ്രകാരമാണ് മണ്ണിട്ട് നികത്തിയതെന്നും അവിടെ അങ്ങനെ ഒരു നീർച്ചാൽ ഇല്ലെന്നുമാണ് വസ്തു ഉടമ പറയുന്നത്. എൻ്റെ വസ്തു ഇപ്പോൾ നിലവിൽ പ്രമാണത്തിൽ കരഭൂമിയാണ്. ഞാൻ ഒരു ചാലോ ഒരു ഓടയോ ഇവിടെ അടച്ചു വെച്ചിട്ടില്ല. ഈ വസ്തു കൊടുക്കാത്തതിൻ്റെ ഒറ്റ ദേഷ്യമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മാസമായി മണ്ണിട്ട് തീർന്നിട്ട്. ഈ മഴ സമയത്ത് മാത്രമേ ഇവിടെ വെള്ളം ഒഴുക്ക സഹിതമുള്ളൂ. നടാൻ വേണ്ടിയാണ് പൈപ്പ് വെച്ചത്. അപ്പോൾ ആ സാധനം ഞാൻ ഓർഡർ ചെയ്തേക്കണേ ഉള്ളൂ. അത് ഇതുവരെ ഇത് വന്നിട്ടില്ല. അത് വരുമ്പോൾ റാഗം പൂട്ട് നടാൻ വേണ്ടിയാണ് ഈ പൈപ്പ് അടിച്ചുകൾ വെച്ചേക്കണത്. അതിൻ്റെ മേളിൽ ടയർ വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അത് കണക്ക് തന്നെ ഈ വെള്ളം ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവർ വാഴക്കൃഷിക്ക് വേണ്ടി മണ്ണിട്ട് പൊക്കിയിട്ട് വള്ളിച്ചാലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടച്ചാലുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ വെള്ളം ഇപ്പം നിൽക്കുന്നത്. അല്ലാതെ ഒരു തുള്ളി വെള്ളം അവരെ വസ്തു കെട്ടി നിൽക്കുന്നില്ല. ഈ ചാലുകളിലാണ് നിൽക്കുന്നത്. വെള്ളം ഒഴുകി വരുന്ന വെള്ളമാണ് ഈ തോട് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ വസ്തു നിലവിൽ കരവസ്തുവാണ്. തരംതിരിച്ച വസ്തു ഇതാണ് ഇത് സംഭവം. വസ്തുവിന്റെ പിറകുവശത്ത് കൂടിയാണ് നീർച്ചാൽ ഒഴുകുന്നതെന്നും ശ്രീജൻ പറയുന്നു. നിയമപ്രകാരമല്ലാതെ യാതൊരു നിർമ്മാണവും അവിടെ നടത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഇവിടെ തോടുണ്ടായിരുന്നു ഇതിലെ ഇല്ലല്ലോ. പണ്ട് ഈ കടം പറ്റി വസ്തുല്ലേ ഇത് ചേട്ടന്റെ വസ്തുല്ലയോ? തോടുണ്ടോ? ഇല്ല. അപ്പൊ പണ്ടുണ്ടായിരുന്നു അതിലെ തോട്? പണ്ടുണ്ടായിരുന്നു. എത്ര കാലം മുമ്പ്? അതിപ്പോ വർഷങ്ങൾ പോനെയായി. എന്നാലും മിനിമം എത്ര വർഷമായി കാണും? റോഡ് എത്ര കൊല്ലമായിട്ട് പറഞ്ഞോ? എന്നാലും ഒരു 10-30 വർഷത്തിന് മുമ്പല്ലേ ഈ കേസ്? 40 വർഷമാവും. 40 വർഷം. അതിന് മുമ്പ് വരെ എന്തായാലും ഇതിലെ തോടുണ്ടായിരുന്നു ഇല്ലല്ലോ. അതിനുശേഷം ഇതിലെ തോടൊന്നും ഇല്ലായിരുന്നല്ലോ. റോഡ് ഇതാക്കിയതല്ലായിരുന്നു. ഈ ചേട്ടന്റെ വസ്തു എന്തായാലും ഇത് ചേട്ടന്റെ വസ്തുവായി കിടക്കുന്നുണ്ട്. അങ്ങ് താഴോട്ട് മൊത്തം അതിലങ്ങ് തോടില്ല. നേരത്തെ അല്ല, പ്രമാണത്തിലും ഇല്ല, ഒന്നിനും ഇല്ല. റോഡ് തന്നെയായിരുന്നു. ബാക്കിൽ കൂടെ ഇതിന്റെ ബാക്കിൽ കൂടെ തോടുണ്ടായിരുന്നു. ചാലുണ്ടായിരുന്നു. അവിടെ ചാലുണ്ടായിരുന്നു. ആ ചാല നിലനിൽപ്പുണ്ട്. ചേട്ടന്റെ വസ്തുവിലും ഉണ്ട് അല്ലേ? അതിലും ഉണ്ട്.